എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സംഗീത ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഡിവോഷണൽ CDs സംഗീതം നൽകിയിട്ടുണ്ട്. ഏകദേശം 700ഓളം ഡിവോഷണൽ CDക്ക് ഞാൻ സംഗീതം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ തത്വോപദേശങ്ങളായിട്ടുള്ള രാമായണം, ഭാഗവതം, അതിൻ്റെ സ്തുതികൾക്കും എല്ലാം ഞാൻ ഈണം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു യക്ഷപ്രശ്നം എന്ന ഈ മഹാഭാരതത്തിലെ ഈ യുധിഷ്ഠിരും യക്ഷനുമായിട്ടുള്ള സംവാദത്തിന് സംഗീതം നൽകുക എന്നുള്ളത്. ഏകദേശം 113 ശ്ലോകങ്ങളായിരുന്നു. വളരെ കടുകട്ടിയായിട്ടുള്ള സംസ്കൃതത്തിലായിരുന്നു. വളരെ ഡെപ്തായിട്ടുള്ള സംസ്കൃതമാണ്. വേണുഗോപാൽ ആണ് അതിന് എന്നെ സമീപിച്ചത്. വേണുഗോപാലാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഇതിന് സംഗീതം നൽകിയത്. അങ്ങനെ ഞാൻ വേണുഗോപാൽ വഴി രമ്യയെ പരിചയപ്പെടുകയും രമ്യയായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വളരെ പാണ്ഡിത്യമുള്ള 4-5 പേരുമായിട്ട് ഈ വർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് അത് റിതമാറ്റിക്കായിട്ട് ചെയ്യേണ്ടതെന്ന് അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും വായിച്ചു. എന്നിട്ട് അതിന് ഓരോ ശ്ലോകത്തിനും അതിൻ്റെ അർത്ഥത്തിനനുസരിച്ചുള്ള രാഗം സെലക്ട് ചെയ്യുവാൻ തന്നെ ഏകദേശം ഒരാഴ്ചയോളം എടുത്തു. 113 ശ്ലോകങ്ങൾക്ക് വേണ്ടി ഏകദേശം 60 രാഗങ്ങളോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പോപ്പുലറായിട്ടുള്ള എല്ലാ മേജർ രാഗങ്ങളും അതിൻ്റെ ജന്യരാഗങ്ങളും ഹിന്ദുസ്ഥാനി രാഗങ്ങളും ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ഒരു യക്ഷപ്രശ്നം എന്ന ഒരു മഹത്തായ കാവ്യത്തിന് എനിക്ക് സംഗീതം നൽകുവാൻ സാധിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ ഒരു അവസരമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. വളരെ വിലയേറിയ വളരെ അസുലഭമായ ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ധർമ്മപുത്രർ എന്ന കഥാപാത്രത്തെ നമ്മൾ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇത് നമുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒരു വലിയ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. ജ്ഞാനത്തിൻ്റെ ഒരു മൂർത്തിഭാവം തന്നെ അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. യക്ഷനും അതേപോലെ ധർമ്മപുത്രനുമുള്ള സംവാദത്തിൽ ധർമ്മപുത്രർക്ക് സഹോദരങ്ങളോടുള്ള സ്നേഹം എത്രയാണെന്ന് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിന് സംഗീതം നൽകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് യോജിച്ച വിധത്തിലുള്ള രാഗങ്ങൾ എനിക്ക് ഭഗവാൻ തോന്നിച്ചു തന്നു. 3-4 ആഴ്ച എടുത്താണ് ഇതിന് സംഗീതം നൽകിയത്. 6-7 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ റെക്കോർഡിങ് നടത്തിയത്. എൻ്റെ ശിഷ്യനും അതുപോലെ എൻ്റെ സ്വന്തം അനിയനെ പോലെ ഞാൻ കണക്കാക്കുന്ന വേണുഗോപാലാണ് ഇത് പാടിയത്. അതേപോലെ ഇതിന് ഓർക്കസ്ട്രേഷൻ ചെയ്ത് എല്ലാവരും വളരെ പ്രഗത്ഭരായ ആളുകളാണ്. അപ്പം എല്ലാം കൊണ്ടും ഇത് വളരെ നന്നായിട്ട് വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എല്ലാവരിലും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇത് കേൾക്കട്ടെ. അതേപോലെ എല്ലാവരിലും ധർമ്മപുത്രൻ എന്നുള്ള കഥാപാത്രത്തെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഈ ഒരു CD കൊണ്ട് സാധിക്കും. ഈ CDക്ക് എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.